കട്ടപ്പനയിൽ നടന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ചെന്നൈ ഡേഞ്ചർ ബോയ്സ് വിജയികളായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിൽ നടന്ന അഖിലേന്ത്യാ വോളിബോൾ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വെള്ളയാങ്കുടി സാംസ്കാരിക കൂട്ടായ്മയായ വോയിസ് ഓഫ് വെള്ളയാങ്കുടി സ്പോൺസർ ചെയ്ത ഡേഞ്ചർ ബോയ്സ് ചെന്നൈ വിജയിച്ചു. പ്രമുഖ 8 ടീമുകളാണ് കളത്തിലിറങ്ങിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വോളിബോളിൻ്റെ ഒരു മാമാങ്കം വീണ്ടും മനോഹരമായി ഓർഗനൈസ് ചെയ്തു. ഓൾ ഇന്ത്യ ബേസിലുള്ള മത്സരമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ബ്രദേഴ്സ് വോളി ക്ലബ്ബ് പഴയതും പുതിയതുമായ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള വോളിബോളിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് വലിയൊരു മുന്നേറ്റത്തിനുള്ള ഇടം കൊടുക്കാനും വളരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമേകാനും ഈ ടൂർണമെൻറ്റിന് സാധ്യമാകട്ടെ. ഹൈറേഞ്ചിൻ്റെ മേഖലയിൽ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കായിക ഇനമായിരുന്നു വോളിബോൾ. സംസ്ഥാനത്തും അങ്ങനെ തന്നെ ധാരാളം ആൾക്കാർ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒരുക്കി കൊടുത്ത ഒരു കായിക രംഗമാണെന്നുള്ളത് വിസ്മരിച്ചുകൂടാ. ഇന്ന് പലയിടത്തും എന്നാൽ അതിന് ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം വളർന്നു വരുന്ന ഘട്ടത്തിൽ ഇത്തരം ടൂർണമെൻറ്റുകൾ കൂടുതലായി നടത്തുവാനും ആ എക്സ്പീരിയൻസുകളെല്ലാം വിവരിക്കുവാനും സമൂഹത്തിൽ കായികക്ഷമത നമ്മുടെ ആരോഗ്യ രംഗത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പൂർണ്ണ കായികക്ഷമതയാണ് മാനസികാരോഗ്യത്തിൻ്റെയും പ്രത്യേകത എന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാകുന്ന ഈ സ്ഥിതിയിൽ ഇത്തരം ടൂർണമെൻറ്റുകൾ ഓർഗനൈസ് ചെയ്ത ബ്രദേഴ്സ് വോളി ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എന്നോട് ഈ വിഷയം സൂചിപ്പിക്കുന്ന സമയത്തും എന്നെ വിളിക്കുന്ന സമയത്തും എല്ലാം വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വരാമെന്ന് സമ്മതിച്ചത്. നമ്മുടെ മിനിസ്റ്റർ കൂടുതൽ പന്ത് പാസ് ചെയ്യാൻ വിഷ്ണുവിനും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ആശംസിച്ചുകൊണ്ട് നല്ലൊരു കൈയ്യടി കൊടുക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പഴയൊരു വോളിബോൾ പ്ലെയർ കൂടിയാണ്. മർച്ചന്റ് യൂത്ത് വിംഗ് ടീമിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് ഡേഞ്ചർ ബോയ്സ് കട്ടപ്പന അൽഫോൺസ ഗ്രൂപ്പ് നൽകിയ 25,000 രൂപയും തൊഴിലാളികൾ സ്പോൺസർ ചെയ്ത എവറോളിംഗ് ട്രോഫിയും വെള്ളയാങ്കുടിയിൽ നിലനിർത്തിയത്. അരുൺ സാബു ഓൺ സ്ട്രൈക്ക്. മനോഹരമായ അറ്റാക്കിംഗ് പ്രകടനം. രണ്ടാം സ്ഥാനം നേടിയ മർച്ചന്റ് യൂത്ത് വിംഗ് ടീമിന് കട്ടപ്പന ബൂട്ട്സ് ആൻഡ് ബൈക്കിൾസ് നൽകിയ 15,000 രൂപയും ട്രോഫിയും നൽകി. പ്രദേശ് വോളിബോൾ ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, കൌൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി, ഷൈബിമോൾ രാജൻ, CPM ഏരിയ സെക്രട്ടറി VR സജി, മനോജ് M തോമസ്, ടോമി ജോർജ്, ജോസഫ് പടിക്കര തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. 25,001 രൂപയും മെമ്മോറിയൽ ട്രോഫിയുമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.